പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏതിൻ്റേതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം നിങ്ങളെപ്പോലെ തന്നെ ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസർ എക്സാം എങ്ങനെയായിരുന്നുവെന്ന് എൻ്റെതും അതുപോലെ തന്നെ എൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളുടേതുമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എത്ര പരീക്ഷയ്ക്ക് എഴുതാനായി കഴിഞ്ഞു, അല്ലെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായി കഴിഞ്ഞുവെന്നും അതുപോലെ തന്നെ പരീക്ഷയിലെ ഓരോന്നും എന്ന് പറയുമ്പോൾ മാത്സ് ബുദ്ധിമുട്ടായിരുന്നോ അല്ലെങ്കിൽ ഏതായിരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയായിരുന്നു എന്ന് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഏകദേശം 40ഓളം ക്ലാസ്സുകൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഏകദേശം എല്ലാം കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം. കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയാനായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നിന്ന് പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അഫെയർ അതുപോലെ തന്നെ GK ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. അപ്പോൾ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ GKയുടെ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞ നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ചോദ്യങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കാണില്ല, അല്ലെങ്കിൽ നമ്മൾ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന തന്നെയായിരുന്നു എന്താണ് നോബൽ സമ്മാന ജേതാക്കളും അവർ ഏതൊക്കെ മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെയായിരുന്നു. അപ്പോൾ ഈ നോബൽ സമ്മാനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സിൻ്റെ കാര്യം നമ്മൾ ഫയർമാൻ്റെ ക്വസ്റ്റ്യനകത്തൊക്കെ കണ്ടതാണ്, ഭയങ്കരപ്പെട്ട മാത്സ് ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നല്ലേ. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമൊക്കെ നോക്കുമ്പോഴത്തേക്കും മാത്സിൻ്റെ കാര്യം കുറച്ച് സിമ്പിളായിട്ടുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരുവിധം മാത്സ് കുറച്ചൊക്കെ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയാവുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ഒരാൾക്ക് തന്നെ ഒരു 10 മാർക്കിന് 8 മാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന. കാര്യം എൻ്റെ മാത്സ് ഒക്കെ കുറച്ച് വീക്കാണ്. അപ്പോൾ എന്നിട്ടും എനിക്ക് ഏകദേശം ഒരു 8 മാർക്കോളം എനിക്ക് എഴുതിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്സ് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് സിവിൽ പോലീസ് ഓഫീസറിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അല്ലേ, കുറച്ച് സിമ്പിൾ തന്നെ ആയിരുന്നു ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. പക്ഷേ മലയാളം പേഴ്സണലിയും അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചോദിച്ചെന്ന് അറിയാനായിട്ട് കഴിഞ്ഞത് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് മലയാളത്തിനകത്ത് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ തീരെ ബുദ്ധിമുട്ടെന്നല്ല, എന്നാലും കുറച്ച് ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് മലയാളത്തിനകത്ത് വന്നത്. പിന്നെ സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സയൻസ് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ സയൻസ് എഴുതിയെടുക്കാനായിട്ട് കഴിയും. അല്ലാതെ ഒരു ശരാശരി വിദ്യാർത്ഥിക്കാണെങ്കിൽ സയൻസ് ബുദ്ധിമുട്ടായി തന്നെ ചിലപ്പോൾ തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. എന്തായാലും ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ആവറേജ് എബോവ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഏകദേശം 50 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചർച്ചകളും ഒക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്ര മാർക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ കൂടി എത്തിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായവും നമുക്ക് വാല്യൂബിൾ തന്നെയാണ്. അവരുടെ അഭിപ്രായവും നമുക്ക് എന്ത് ചെയ്യണം, നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷ ഇനി നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസിന് വരെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷ ഇന്നത്തെ കഴിഞ്ഞ പരീക്ഷ ഇന്ന് കഴിഞ്ഞു. ഓക്കെ, ബുദ്ധിമുട്ടായിട്ടുള്ളവർ എന്ത് ചെയ്യുക, വിടുക, ഈ പരീക്ഷ വിടുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാര്യം ഈ ഒരു പരീക്ഷ കഴിയുമ്പോഴത്തേക്കും പലർക്കും ഈ ഒരു പരീക്ഷ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അപ്പോൾ ചിലവർക്ക് നല്ല സിമ്പിളായിട്ട് തോന്നിയേക്കാം. അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയവർ എന്ത് ചെയ്യുക, ഈ പരീക്ഷ ഇവിടെ വെച്ച് അങ്ങ് മാറ്റി വയ്ക്കുക. ഇനി കാരണം നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് നല്ല ഒരുപാട് പരീക്ഷകളുണ്ട്. ബിവറേജസ് കോർപ്പറേഷൻ്റെത്, അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസ് വരാൻ പോകുന്നു. അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നല്ലൊരു പരീക്ഷയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ വർക്ക് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.